ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടി.എസ്. എലിയറ്റ് എഴുതിയ വേസ്റ്റ്ലാൻഡ് എന്ന പോയമാണ്. 20th സെഞ്ച്വറിയിലെ തന്നെ ഏറ്റവും മികച്ച വർക്കുകളിലൊന്നാണ് ടി.എസ്. എലിയറ്റിൻ്റെ വേസ്റ്റ്ലാൻഡ്. ടി.എസ്. എലിയറ്റ് ഒരു അമേരിക്കൻ ബ്രിട്ടീഷ് പോയറ്റാണ്. 1888 അദ്ദേഹം ജനിച്ചത്. അമേരിക്കയിൽ ജനിച്ചുവെങ്കിലും പിന്നീട് ബ്രിട്ടീഷിൽ പോയി അവിടെയുള്ള പൗരത്വം സ്വീകരിക്കുകയാണ് ചെയ്തത്. 1922 അദ്ദേഹം വേസ്റ്റ്ലാൻഡ് പബ്ലിഷ് ചെയ്തത്. ഈ സമയം നമ്മുടെ ഈ ലോകത്ത് പൊളിറ്റിക്കൽ സോഷ്യൽ ചേഞ്ചസ് ഒരുപാട് വന്ന ഒരു സമയമായിരുന്നു അത്. കാരണം വേൾഡ് വാറിന് ശേഷം നമ്മുടെ ലോകം ഒരുപാട് മാറിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ വേസ്റ്റ്ലാൻഡ് ടി.എസ്. എലിയറ്റ് എഴുതിയിട്ടുള്ളത്. വേസ്റ്റ്ലാൻഡ് എന്ന ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോഡേൺ സൊസൈറ്റി, അതായത് വേൾഡ് വാറിന് ശേഷം നമ്മുടെ ലോകം സ്പിരിച്വലും ഫിസിക്കലുമായി വേസ്റ്റ് ലാൻഡായി, വെറും വേസ്റ്റായി എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഒരു വേൾഡ് വാറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്ന്. ആ ഒരു അവസ്ഥയും മോഡേണിസം നമ്മുടെ ലോകത്ത് കൊണ്ടുവന്ന അരാജകത്വങ്ങളൊക്കെയാണ് ഈ പോയത്തിലൂടെ ടി.എസ്. എലിയറ്റ് നമുക്ക് കാണിച്ചു തരുന്നത്. മാത്രമല്ല, ഈ 20th സെഞ്ച്വറിയിൽ നമ്മുടെ ആളുകളുടെ ഇടയിലുണ്ടായിരുന്നില്ല ട്രഡീഷൻ കൾച്ചറിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. കൺട്രിമെൻ ആയിരുന്ന ആളുകളെല്ലാം സിറ്റിയിലേക്ക് പലായനം ചെയ്യുകയും അവരുടെ ട്രഡീഷനായിട്ടുള്ള കൾച്ചറിനെ മറന്ന് മെറ്റീരിയലിസ്റ്റ് ലൈഫിലേക്ക് മാറുകയും ചെയ്തു. ഏകദേശം 434 ലൈൻസുള്ള ഒരു പോയമാണ് വേസ്റ്റ്ലാൻഡ്. ഈ പോയം 5 പാർട്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പോയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോയത്തിലുള്ള ഓരോ പാർട്ടും ചില പാർട്ടുകളിൽ വരുന്ന ഓരോ ലൈൻസും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതായത് ആദ്യത്തെ 3-4 ലൈൻസിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല പിന്നത്തെ ലൈൻസിൽ വരുന്നത്. പെട്ടെന്ന് സന്ദർഭങ്ങളും സംസാര രീതികളും എല്ലാം മാറുന്നുണ്ട്. അതാണ് ഈ പോയത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ പോയത്തിൻ്റെ ഓവറോൾ സമ്മറി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പോയം പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇതിലൊരുപാട് റെഫറൻസുകൾ വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ വേദങ്ങളിൽ നിന്ന്, ബൈബിളിൽ നിന്ന്, അതുപോലെ ഗ്രീക്ക് പുരാണങ്ങളിൽ നിന്ന്, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ അഡാപ്റ്റേഷൻ ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാം. ഒരുപാട് റെഫറൻസ് വരുന്ന അത്രയും കോംപ്ലക്സിറ്റി നിറഞ്ഞൊരു പോയമാണ് ഇത്. എസ്ര പൗണ്ടാണ് ഈ പോയം എഡിറ്റ് ചെയ്ത് ഈ ഒരു രൂപത്തിൽ നമ്മുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ പോയം പാസ്റ്റ്, ഫ്യൂച്ചർ, പ്രസൻറ്റ് ടെൻസ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. എല്ലാ ടെൻസുകളും നമുക്കിതിൽ കാണാൻ കഴിയും. പഴയ കാര്യങ്ങൾ പറയുന്നുണ്ട്, പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്, ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ മിക്സഡാക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കാദ്യം ഇതിലുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ ഒരു നോട്ട് കയ്യിൽ വെക്കുക, അതൊന്ന് ലെക്ചറാക്കിയിട്ട് എഴുതി വെക്കണം. ഫസ്റ്റത്തെ ക്യാരക്ടർ ദ സ്പീക്കർ, അതായത് നമ്മുടെ നെറേറ്റർ, നമ്മൾ പോയറ്റ് തന്നെയാണ് ഇതിലെ ക്യാരക്ടറായിട്ട് വരുന്നത്. അപ്പോൾ ഈ പോയത്തിലെ ക്യാരക്ടർ ഇതിലുള്ള പല ക്യാരക്ടറോട് സംസാരിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മേഡം സൊസോസ്ട്രിസ് ആണ് വേറൊരു ക്യാരക്ടർ. വളരെ ക്ലെയർവോയിൻ്റ് ആയിട്ടുള്ള, വളരെ ജ്ഞാനമുള്ള ഒരു സ്ത്രീയായിരുന്നു മേഡം സൊസോസ്ട്രിസ്. ഈ മേഡം സൊസോസ്ട്രിസിൻ്റെ പ്രത്യേകത, നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ കാണാം, കൈനോട്ടക്കാർ, അവരിങ്ങനെ തത്തേനെ കൊണ്ട് കാർഡെടുപ്പിച്ച് നമ്മുടെ ഭാവി കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീയായിരുന്നു അത്. ആ സ്ത്രീയുടെ കയ്യിൽ അങ്ങനെ ഒരുപാട് കാർഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭാവിയൊക്കെ പ്രവചിക്കാൻ കഴിയുന്ന വളരെ ജ്ഞാനമുള്ള ഒരു സ്ത്രീയായിരുന്നു മേഡം സൊസോസ്ട്രിസ്. അടുത്ത ക്യാരക്ടർ ടെരസിയാസ്. ടെരസിയാസ് ഒരു ബ്ലൈൻഡായിട്ടുള്ള പ്രൊഫറ്റാണ്. അദ്ദേഹത്തിനും ഇങ്ങനെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രവചിക്കാൻ കഴിയും. അതുപോലെ ബ്ലൈൻഡായിരുന്നു അദ്ദേഹം. പിന്നെ വരുന്നത് വുമൺ സിറ്റിംഗ് ഓൺ എ ചെയർ. അത് പോയത്തിൻ്റെ 2ാമത്തെ പാർട്ടിലാണ്. ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ചെയറിലിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ ആ സ്ത്രീയുടെ പേരൊന്നും പറയുന്നില്ല. പിന്നത്തെ ക്യാരക്ടർ ഏജൻസ് ക്ലർക്ക്, ഒരു ക്ലർക്കാണ്. പിന്നെ ആൽബർട്ട്, ബാർടെൻഡർ, മിസ്റ്റർ ഈഗ്നൈറ്റ്സ്, ഫിഷർ കിങ്, ഹ്യാക്കിൻ ഗേൾ, ലിൽ, മാരി, ഫ്ലാബസ് ആൻഡ് ഫോണീഷ്യൻ, തെയിംസ് ഡോക്ടേഴ്സ്, തണ്ടർ, ടൈപ്പിസ്റ്റ്, വുമൺ വിത്ത് ലോങ് ഹെയർ. ഇത്രയും പേരാണ് ഇതിൽ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. ഇവർ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് സമ്മറിയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ പോയം തുടങ്ങുന്നതിന് മുന്നേ ടി.എസ്. എലിയറ്റോടൊരു എപ്പിഗ്രാഫ് കൊടുക്കുന്നുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. നാം സിബിലാം ക്വിഡെം ക്യുമിസീഗോ ഇപ്സെ ഇക്വിലിസ്
മെയ്സ് വിധി ഇൻ ആംപുല പെൻറ്ററെ എറ്റ് കം ഇലി പ്യുരി ഡെഗ്രൻറ്റ് സിബില്ല ടി തെലീസ് റെസ്പോണ്ട് ബാറ്റ് ഇല്ല അപ്പോതെനൈൻ തെലോ. ഇത് ഗ്രീക്ക് ലാംഗ്വേജ് ആണ്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് സിബിൽ എന്നൊരു ക്യാരക്ടർ ഉണ്ട്, പിന്നെ 2-3 ക്യാരക്ടേഴ്സിൻ്റെ പേരിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രീക്ക് മിത്തോളജിയിലെ കുറച്ച് ക്യാരക്ടേഴ്സാണ്. ഇതിൽ സിബില എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ലേഡി ക്യാരക്ടറാണ്, ഓൾഡ് ലേഡിയാണ്, ഒരു പ്രൊഫറ്റാണ്. അപ്പോൾ ഈ സിബിലിനോട് കുറച്ച് ബോയ്സ് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന്. അപ്പോൾ സിബിൽ റിപ്ലൈ ചെയ്യാണ് ഐ വാണ്ട് ടു ഡൈ, മരിക്കാൻ വേണ്ടിയിട്ടാണ് സിബിൽ എന്ന ക്യാരക്ടറോട് പറയുന്നത്. ശരിക്കും ഈ ഒരു സിബിൽ എന്ന ക്യാരക്ടർ ആൻഷ്യൻ ഗ്രീക്ക് വർക്കുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സിബിൽ എന്ന ക്യാരക്ടറിന് വേസ്റ്റ്ലാൻഡ് എന്ന പോയത്തിലും ഒരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട് എന്നാണ് T.S. എലിയറ്റ് പറയുന്നത്. അപ്പോൾ ഈ എപ്പിഗ്രാഫിൽ സിബിൽ എന്ന് പറയുന്ന ഒരു പ്രൊഫറ്റിസസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി നമുക്ക് പോയത്തിൻ്റെ സമ്മറിയിലേക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു പോയം ഒരു 5 പാർട്ടായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് പാർട്ടാണ് ദ ബറിയൽ ഓഫ് ദി ഡെഡ്. അതിൻ്റെ സമ്മറി നോക്കാം. ഈ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ എന്ന മന്തിൻ്റെ സ്ട്രൈക്കിംഗ് ഇമേജുമായിട്ടാണ്. ലൈൻസ് ഇങ്ങനെയാണ്: ഏപ്രിൽ ഈസ് ദ ക്രൂവലസ്റ്റ് മന്ത്, ബ്രീഡിംഗ് ലൈലാക്സ് ഔട്ട് ഓഫ് ദി ഡെഡ് ലാൻഡ്, മിക്സിംഗ് മെമ്മറി ആൻഡ് ഡിസയർ, സ്റ്റിറിംഗ് ഡൾ റൂട്ട്സ് വിത്ത് സ്പ്രിംഗ് റെയിൻ. ഇതാണ് ഫസ്റ്റത്തെ 4 ലൈൻസ്. ഇതിൽ പോയിട്ട് പറയുന്നത് ഏപ്രിൽ എന്ന് പറയുന്നത് ഒരു ക്രൂവലസ്റ്റ് മന്താണ്. ഇപ്പോൾ നമുക്കറിയാം കാൻറ്റർബറി ടെയിൽസിൽ നമ്മുടെ ജോഫ്രി ചോസർ ഏപ്രിലിനെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാലമായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. ആഫ്റ്റർ വേൾഡ് വാറിന് ശേഷം എന്താണ് ഏപ്രിൽ എന്ന മന്ത് വളരെ വേസ്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. വളരെ ഒരു ക്രൂവലസ്റ്റ് മന്താണ്. കാരണം ഇവിടെ നമ്മുടെ ക്രൈസ്റ്റിൻ്റെ ക്രൂസിഫിക്കേഷൻ നടക്കുന്നത് ഏപ്രിൽ മന്തിലാണ്. അതുപോലെ T.S. എലിയറ്റ് തൻ്റെ വൈഫുമായിട്ട് എന്തോ പ്രശ്നമുണ്ടായി ഡിവോഴ്സ് ആവുന്നതും ഈ ഒരു മന്തിലാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ T.S. എലിയറ്റ് ഭയങ്കര ഒരു ഡൾ മൂഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏപ്രിൽ ഒരു ക്രൂവലസ്റ്റ് മന്തായിട്ടാണ് കാണുന്നത്. പിന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻസിൽ നമുക്ക് ഏപ്രിൽ മന്തിൻ്റെ ഒരു എഫക്റ്റും കാണുന്നില്ല. പെട്ടെന്ന് ആ ഒരു മൂഡ് മാറിയിട്ട് പോയിട്ട് വേറെന്തിനോ കുറിച്ച് പറയുകയാണ്. അതെന്താ നോക്കാം. പിന്നീട് പോയിട്ട് പറയുന്നത് ലണ്ടനിലെ ഒരു ലേക്കിനെ പറ്റിയാണ്. സ്റ്റാൻബർഗർ സീ എന്നാണ് ആ ലേക്കിൻ്റെ പേര്. ജർമ്മനിയിലെ മുനീച്ച് എന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരു ലേക്കാണത്. അതിനെപ്പറ്റി സംസാരിച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ ടോക്ക് മാറുന്നു. പിന്നീട് സ്പീക്കർ, അതായത് നമ്മുടെ നെറേറ്റർ, അവിടെ മേരി എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് കോഫി കഴിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ ഈ പോയത്തിൽ നമ്മുടെ നെറേറ്റർ ഒരു ക്യാരക്ടറായിട്ട് മാറുകയാണ്. അവർ രണ്ടുപേരും കോഫി കുടിക്കുന്നു. അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ അവർ ഓർത്തെടുക്കുന്നുണ്ട്. അവർ മൗണ്ടെയിനിൽ പോയതും അവിടെ നിന്ന് അവർക്കുണ്ടായ ഒരുപാട് ചില ഓർമ്മകളെ അവർ വളരെ ഗൃഹാതുരത്വത്തോടു കൂടി ആലോചിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. പിന്നെ അതിലെ രണ്ടാമത്തെ സ്റ്റാൻസ അവിടെയുള്ള ഡ്രൈ എൻവയോൺമെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. അവിടെയുള്ള ആ ഡ്രൈ എൻവയോൺമെൻറ്റിൽ അവിടെ ചെറിയ ചെടികളും വിത്തുകളും മുളച്ച് വരുന്നതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ സ്പീക്കർ പറയുകയാണ്, എങ്ങനെയാണ് ഇത്രയും ഡ്രൈ ആയിട്ടുള്ള ഈ ഒരു എൻവയോൺമെൻറ്റിൽ ഈ ചെടികൾ വളരുന്നത്? മാത്രമല്ല അവിടെ ഒരു തരി തണൽ പോലുമില്ല, ഒരു മരത്തിൻ്റെയും തണലില്ല. സൺ വളരെ അൺമേഴ്സിഫുള്ളായിട്ടാണ് അവിടെ കാണപ്പെടുന്നത്. കാരണം അവിടെ അത്രയും വെയിലായിരുന്നു, ഡ്രൈ ആയിരുന്നു ആ സ്ഥലം. മാത്രമല്ല ഒരു തരി തണൽ പോലും അവർക്ക് വിശ്രമിക്കാനില്ല. മാത്രമല്ല വെള്ളവുമില്ല. പിന്നെ എങ്ങനെയാണ് ആ ചെടികൾ അവിടെ വളരുന്നത് എന്ന് കവി സംശയിക്കുകയാണ്. എന്നിട്ട് പോയിട്ട് പറയുന്നു, എനിക്ക് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ഷാഡോ കാണിച്ചു തരാൻ പറ്റും. 2 നിഴലുകൾ അല്ലെങ്കിൽ 2 തണലുകൾ കാണിച്ചു തരാൻ സാധിക്കും. ഒന്ന് രാത്രിയാകുമ്പോഴും പിന്നീട് പുലരുമ്പോഴുമാണെന്ന് പറയുന്നു. നമുക്കറിയാം രാത്രിയാകുമ്പോൾ പൊതുവെ ആകെ ഷെയ്ഡാവും, ഇരുട്ടാവും. അപ്പോൾ കുറച്ച് ഒരു തണുപ്പൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് പുലരുമ്പോഴും. അവിടെ അങ്ങനെ 2 ഷാഡോ കാണിച്ചു തരാമെന്ന് നമ്മുടെ പോയിട്ട് പറയുകയാണ്. മൂന്നാമത്തെ സ്റ്റാൻസയിൽ വേറെ ഒരു ക്യാരക്ടറിനെ നമ്മുടെ പോയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് മേഡിം സൊസോസ്ട്രസ്.
അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു മേഡം സൊസോസ്റ്റസ് ഒരു പ്രൊഫറ്റസസ് ആണ്. വളരെ ക്ലെയർ വോയിൻ്റ് ആയിട്ടുള്ള വളരെ ജ്ഞാനമുള്ളൊരു സ്ത്രീയാണ്. അതിൻ്റെ കയ്യിൽ നമുക്ക് ഒരു ടാരറ്റ് കാർഡ് കാണാൻ കഴിയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഭാവി പ്രവചിക്കുന്ന കാർഡ്. പിന്നീട് ആ ഒരു സ്ത്രീയെക്കുറിച്ചാണ് പോയിറ്റ് നെറേറ്റ് ചെയ്യുന്നത്. കൂടാതെ ഒരു സെയിലറിനെ പറ്റി കൂടി അവിടെ പറയുന്നുണ്ട്. ബെലാഡോണ എന്നൊരു ഫോയിനീഷ്യൻ സെയിലറിനെ കുറിച്ചുകൂടി അവിടെ പോയിറ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി 4th സ്റ്റാൻസയിൽ പോയിറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ദ ബ്രൗൺ ഫോഗ് ഓഫ് എ വിൻ്റർ ഡോൺ. ലണ്ടനിലുള്ള കാര്യമാണ് പോയിറ്റ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ബ്രൗൺ ഫോഗ് എന്ന് ഉദ്ദേശിക്കുന്നത് മലിനീകരിക്കപ്പെട്ട വായുവായിരിക്കും. കാരണം നമുക്കറിയാം ആഫ്റ്റർ വേൾഡ് വാറിന് ശേഷം ഇവിടെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. 20th സെഞ്ച്വറിയിൽ ഒരുപാട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു മലിനീകരിക്കപ്പെട്ട വായു അല്ലെങ്കിൽ മലിനീകരിക്കപ്പെട്ട അന്തരീക്ഷം പോയിന്റ് ശ്രദ്ധിക്കുകയാണ്. അതുമാത്രമല്ല ആ ഒരു പ്രഭാതത്തിൽ, ആ മലിനീകരിക്കപ്പെട്ട ആ ഒരു പ്രഭാതത്തിൽ കുറേ ആളുകൾ നടക്കുന്നത്, ലണ്ടൻ ബ്രിഡ്ജിലൂടെ നടക്കുന്നത് പോയിറ്റ് കാണുന്നു. അതിൽ ഒരു ഡോഗിനെയും കൊണ്ട് നടക്കുന്ന ആളോട് നമ്മുടെ പോയിറ്റ് അവിടെ ഉണ്ടായിരുന്ന സെറ്റ്സൺ എന്ന ഒരാളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അയാൾ അവിടെ ഒരു ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പോയിറ്റ് അടുത്ത് ചെന്നിട്ട് ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് ആ ഗ്രൗണ്ടിൽ കഴിഞ്ഞ വർഷം നട്ട കുറച്ച് വിത്തുകളെക്കുറിച്ചാണ്. അവിടെ നട്ട വിത്തുകൾ വളരാൻ തുടങ്ങിയോ, മുളയ്ക്കാൻ തുടങ്ങിയോ, അത് ഏത് വർഷം എപ്പോഴാണ് അത് പുഷ്പിക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ പോയിറ്റ് ആ ഒരാളോട് ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ സ്പീക്കർ ആ സെസ്റ്ററ്റ് എന്നൊരാളെ വാൺ ചെയ്യുന്നുണ്ട്. കാരണം അയാളുടെ കയ്യിലൊരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടീനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ ആ മുളപ്പിക്കാനിട്ട വിത്തുകളൊക്കെ ആ പട്ടി മാന്തി കുഴിച്ചെടുക്കുമെന്നാണ് പോയിറ്റ് ആ ആളോട് പറയുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ പോയിറ്റ് ഒരു ഹ്യാക്കിൻത് എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഹ്യാക്കിൻ ഗേൾ. ഹ്യാക്കിൻത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫ്ലവറിൻ്റെ പേരാണ്. ചില ക്രിട്ടിക്സ് ഈ ഹ്യാക്കിൻ ഗേളിനെ ഒരു ഡേഞ്ചറസ് ഡെഡ് വുമൺ ആയിട്ടാണ് കാണുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളിവിടെ ഹ്യാക്കിൻ എന്ന ചെടി നട്ട കാര്യം പറയുന്നു. അതിലൂടെ പോയിട്ട് പറയുന്നത് ഡേഞ്ചറസ് ഗ്രോത്ത് ഓഫ് എ പ്ലാന്റ് എന്നാണ്. ഒരു വേസ്റ്റ് ലാൻഡിൽ ഒരിക്കലും ഒരു ചെടി നന്നായിട്ട് വളരില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ചെടിയുടെ ലൈഫ് ചിലപ്പോൾ ഹ്യൂമൻ ലൈഫ് ആയിരിക്കാം. അങ്ങനെയും നമുക്കൊരു ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ടുവരാം. അപ്പോൾ ഹ്യാക്കിൻത് എന്ന ചെടിയെ നമുക്കൊരു ഹ്യൂമൻ ലൈഫിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു സിംബലായിട്ട് കാണാം. അതായത് വേസ്റ്റ് ആയിട്ടുള്ള ഒരു ലാൻഡിൽ ഒരു ചെടിയും വളരില്ല. അതുപോലെ മലിനമായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ മനുഷ്യർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ, വളരാൻ കഴിയില്ല. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടായ എ ഗെയിം ഓഫ് ചെസ് നോക്കാം. സെക്കൻഡ് പാർട്ടിൽ പുതിയൊരു സീനുമായിട്ടാണ് നമ്മുടെ ഈ പോയിന്റ് തുടങ്ങുന്നത്. സെക്കൻഡ് പാർട്ടിൽ എ വിമൺ സിറ്റിംഗ് ഓൺ എ ചെയർ ദാറ്റ് ലുക്സ് ലൈക്ക് എ ബേണിഷ്ഡ് ത്രോൺ. അപ്പോൾ ഒരു ത്രോണിൽ, അതായത് പോളിഷ് ചെയ്ത ഒരു ത്രോണിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ സ്ത്രീ ഇരിക്കുന്ന റൂം വളരെ ആലങ്കാരികമാണ്. അത് വളരെ ലക്ഷറി ആയിട്ടുള്ളൊരു റൂമാണ്. അവിടെ ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട്, വളരെ ലൈറ്റ്സ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ജ്വല്ലറി ഉണ്ട്. അങ്ങനെ വളരെ ലക്ഷറി ആയിട്ടുള്ളൊരു റൂമിലാണ് ഈ സ്ത്രീ ഇരിക്കുന്നത്. ഇവിടെ ഈ ലൈൻസിൽ നമുക്ക് വായിക്കുമ്പോൾ ഒരു സെൻഷ്വസ് പ്ലഷർ കിട്ടും. കാരണം സെൻഷ്വസ് ആയിട്ടുള്ള സ്മെൽ, ടച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പോം വായിക്കുമ്പോൾ അനുഭവിക്കാൻ കഴിയും. കാരണം പെർഫ്യൂംസിൻ്റെ സ്മെല്ലുണ്ട്, അതുപോലെ ജ്വൽസ് ഉണ്ട്. അങ്ങനെ വളരെ ലക്ഷറി ആയിട്ടാണ്, വളരെ ഇമാജിനേഷൻ ആയിട്ടാണ് ഈ ലൈൻസൊക്കെ ഇവിടെ എഴുതിയിട്ടുള്ളത്. ആ റൂം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്ട്രേഞ്ച് പാറ്റേണിൽ, ഒരു അപരിചിതമായിട്ടുള്ള പാറ്റേണിൽ ആ റൂം സീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പോയിറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, പിന്നീട് പോയിട്ട് ആ റൂമിലെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയുള്ള ഫേർണിച്ചറൊക്കെ വളരെ പോളിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ പോളിഷ് ചെയ്തിട്ടുള്ള ഫേർണിച്ചറുകളെല്ലാം ഗ്രീക്ക് മിത്തോളജിയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പോയിട്ട് പറയുന്നു. അവിടെ നമ്മുടെ സ്പീക്കർ ഒരു ഫുഡ് സ്റ്റെപ്പ് കേൾക്കുന്നുണ്ട്. അവിടെ വേറെ ഒരുപാട് ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് പോയിട്ട് ശ്രദ്ധിച്ചത് ആ വുമൻ്റെ, ആ ത്രോണിലിരുന്നിരുന്ന ആ സ്ത്രീയുടെ ഹെയർ ഇങ്ങനെ കത്തുന്നതായിട്ടാണ്. പിന്നീട് പെട്ടെന്ന് നമ്മുടെ സീൻ വീണ്ടും മാറുകയാണ്.
പിന്നീട് നമ്മുടെ സ്പീക്കറും വേറൊരു സ്ത്രീയുമായിട്ടാണ് അവിടെ കോൺവെർസേഷൻ നടക്കുന്നത്. ആ സ്ത്രീയുടെ പേരാണ് ലിൽ, LIL, ലിൽ. അവളുടെ ഹസ്ബൻഡായിരുന്നു ആൽബർട്ട്. അവൻ എന്താണ് ഒരു യുദ്ധത്തിന് പോയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ലില്ലും നമ്മുടെ സ്പീക്കറും തമ്മിലുള്ള കോൺവെർസേഷൻ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്പീക്കർ ലില്ലിനെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്, വാൺ ചെയ്യുന്നുണ്ട്. അവൾക്ക് ഭയങ്കര ഓവർ എക്സ്പെൻസാണ്, ഭയങ്കര ജീവിതത്തിൽ ഭയങ്കര ചിലവുകളാണ്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് പോയിട്ട് വാൺ ചെയ്യുന്നുണ്ട്. പിന്നെ അവളുടെ ലുക്കിനെ പറ്റി, അവളുടെ അപ്പിയറൻസ് വളരെ വയസ്സായ പോലെയാണ്. കാരണം അവൾക്ക് അധികം ഏജൊന്നുമില്ല, പക്ഷേ വളരെ പ്രായം കൂടുതൽ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അപ്പിയറൻസൊക്കെ മാറ്റണമെന്ന് പോയിട്ട് അവളോട് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് ലിൽ പറയുന്നത് അവളുടെ ഏർലി മാരേജ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് കുട്ടികളുണ്ട്. സെവറൽ ചിൽഡ്രൻ ബൈ ആൽബർട്ട്. ഈ ആൽബർട്ട് അവളുടെ ഹസ്ബൻഡാണ്, അതുപോലെ അവൾക്ക് ഒരുപാട് കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തുടർച്ചയായ പ്രസവം കാരണം അവളുടെ ശരീരമൊക്കെ ആകെ ഇങ്ങനെ വയസ്സായ പോലെ, വളരെ അമ്മച്ചിമാരെ പോലെയൊക്കെ ഇങ്ങനെ തോന്നിക്കുന്നുണ്ട്. പിന്നെ അവൾ പറയാണ് ഇത് കുട്ടികളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ പിൽസ് കഴിക്കുന്നുണ്ട്. പില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഗർഭനിർധാരണ പിന്നെ ഗുളികകളാണ്. ഗർഭം ഇങ്ങനെ അബോർഷനായി പോകാനുള്ള ഗുളികയാണ് പിൽസ് എന്ന് പറയുന്നത്. അത് കഴിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ പോയിട്ട് അവളെ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ കുട്ടികൾ വേണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്പീക്കറും ആ സ്ത്രീയെ ചീത്ത പറയുന്നുണ്ട്. ആ സംഭാഷണത്തിൻ്റെ ഇടയിൽ ആൽബർട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. പിന്നെ ആ സെക്ഷൻ അവസാനിക്കുന്നത് വളരെ നീണ്ടൊരു ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ടാണ്. അത് നമുക്ക് നോക്കാം കേട്ടോ. ഗുഡ് നൈറ്റ് ബിൽ, ഗുഡ് നൈറ്റ് ലോ, ഗുഡ് നൈറ്റ് മേ, ഗുഡ് നൈറ്റ് ടാറ്റ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് ലേഡീസ്, ഗുഡ് നൈറ്റ് സ്വീറ്റ് ലേഡീസ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു നീണ്ട ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ടാണ് പോയിട്ട് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തെ സെക്ഷനാണ്. മൂന്നാമത്തെ സെക്ഷൻ്റെ പേര് ദ ഫയർ സെർമൺ എന്നാണ്. ഈ സെക്ഷൻ തുടങ്ങുന്നത് ഒരു ഡ്രൈ ലാൻഡ്സ്കേപ്പിനെ വർണ്ണിച്ചുകൊണ്ടാണ്. അവിടെ ഒരു റിവറിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ സ്പീക്കർ പറയുന്നുണ്ട് നിംസിനെ പറ്റി പറയുന്നത്. നിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യകന്യക എന്നാണ് അർത്ഥം. അപ്പോൾ ജലകന്യകയൊന്നും ആ നദിയിലില്ല. അതുപോലെ ഒരു ലൈഫിൻ്റെ ഒരു സിമ്പലും ആ നദിക്കരയിൽ കാണുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ആ വേസ്റ്റ് ലാൻഡിൽ ജീവനുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒന്നും അവശേഷിക്കുന്നില്ല. ആ റിവറിൻ്റെ തീരം ആകെ എംപ്റ്റി ആയി കിടക്കുകയാണ്. അവിടെ ആകെ കാണാൻ കഴിയുന്നത് കുറച്ച് എലികൾ ഇങ്ങനെ അവിടെ ക്രെപ്റ്റ് ചെയ്ത് നടക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. വേറൊന്നും ആ ബാങ്കിൽ അവശേഷിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ആ സമയത്ത് നമ്മുടെ പോയിട്ട് ഒരു കാറിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. മാത്രമല്ല ഈ സമയത്ത് നമ്മുടെ സ്പീക്കറിൻ്റെ ബ്രദറും അച്ഛനും ഒക്കെ യുദ്ധത്തിൽ മരിച്ചു പോയ കാര്യം അദ്ദേഹം ഓർക്കുന്നുണ്ട്. പിന്നീട് പോയിട്ട് ഒരു പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട്. ആ പാട്ട് ട്വിറ്റ് 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 ജഗ് 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 സോ റൂഡ്ലി ഫോസ്റ്റ് ടെറോ. ഇതാണ് ആ പാട്ട്. 4 ലൈൻസ് ഉണ്ട്, ചെറിയ ലൈൻസാണ്. പിന്നെ അവിടേക്ക് മിസ്റ്റർ ഈഗുൻഡേസ് എന്നൊരു ഫിഗ് മെർച്ചൻ്റ്, അത്തിപ്പഴം വിൽക്കുന്ന ഒരാൾ വരുന്നുണ്ട്. അദ്ദേഹം വരുന്നത് സ്മൈർണ എന്നൊരു സ്ഥലത്ത് നിന്നാണ്. ആ സ്ഥലം ഇന്നത്തെ ടർക്കിയിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ ആ മെർച്ചൻ്റ് സ്പീക്കറിനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം വേറൊരു കാഴ്ചയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ വരുന്ന 2 ക്യാരക്ടേഴ്സാണ് ടെറസിയാസ് എന്ന് പറയുന്നത് ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം സ്ത്രീയും പുരുഷനുമായി വേറെ വേറെ ഫിഗറിൽ ജീവിച്ച ഒരാളായിരുന്നു. കുറേ കാലം സ്ത്രീയായിട്ട് ജീവിക്കും, കുറേ കാലം പുരുഷനായിട്ട് ജീവിക്കും, അങ്ങനെയായിരുന്നു. അതുമാത്രമല്ല അദ്ദേഹത്തിന് ഒരു കഴിവുണ്ടായിരുന്നു. ആളുകളുടെ ജീവിതം മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവുണ്ടായിരുന്നു ടെറസിയാസിന്. അപ്പോൾ ടെറസിയാസിൻ്റെ സ്റ്റോറി നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഒരിക്കൽ ടെറസിയാസ് 2 സ്നേക്കുകൾ തമ്മിലിങ്ങനെ സംസാരിക്കുന്നതോ ഇണചേരുന്നതോ ഒക്കെ ഇങ്ങനെ കാണും. അപ്പോൾ ഈ ടെറസിയാസ് ഈ സ്നേക്കുകളെ ഉപദ്രവിക്കും, അവനെ മുറിവേൽപ്പിക്കും. ഈ സമയത്ത് ആ സ്നേക്സ് ഇവനെ ഒരു പെണ്ണാക്കി മാറ്റും. അങ്ങനെ ഒരു 7 വർഷക്കാലം ഒരു പെണ്ണായിട്ട് ടെറസിയാസ് ജീവിക്കും. പിന്നീട് ഒരു 7 വർഷത്തിന് ശേഷം വീണ്ടും ഈ സ്നേക്സിനെ കണ്ട അതേ സ്ഥലത്തേക്ക് ഈ ടെറസിയാസ് പോകും. ഇതേ സമയം അവിടെ ആ പഴയ പാമ്പുകൾ രണ്ടും ഇണചേരുന്നതോ അങ്ങനെ എന്തോ കാണും. വീണ്ടും അതിനെ മുറിപ്പെടുത്തും. വീണ്ടും എന്ത് ചെയ്യും, ആ പാമ്പുകൾ ഇതിനെ പഴയ പോലെ പുരുഷനാക്കി മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ 7 വർഷക്കാലം സ്ത്രീയായിട്ട് ജീവിച്ച ടെറസിയാസ് വീണ്ടും പഴയ രൂപം സ്വായത്തമാക്കുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ ഇടയിൽ 2 വേറെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, സിയസ് ആൻഡ് ഹെറ. അപ്പോൾ സിയസും ഹെറയും ഭയങ്കര തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് സെക്ഷുവൽ റിലേഷനിൽ സ്ത്രീക്കാണോ
പുരുഷനാണോ കൂടുതൽ സെക്ഷൽ പ്ലഷർ ഉണ്ടാവുക, അതിനെ പറ്റിയായിരുന്നു ഇവർ തമ്മിലുള്ള തർക്കം. അപ്പോൾ അതിൻ്റെ ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ ടെറസിയാസിനോട് ഇത് ചോദിക്കും. അങ്ങനെ ടെറസിയാസ് പറയും സ്ത്രീക്കാണ് കൂടുതൽ സെക്ഷൽ പ്ലഷർ ഉണ്ടാവുക എന്ന് പറയും. ഈ സമയം ഹേറ ഈ ടെറസിയാസിനെ ബ്ലൈൻഡ് ആക്കും. എന്തിനാണ് ബ്ലൈൻഡ് ആക്കണേന്ന് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. എനിവേ ആ ഹേറ എന്ത് ചെയ്യും, നമ്മുടെ ടെറസിയാസിനെ ബ്ലൈൻഡ് ആക്കുകയും ചെയ്യും. പക്ഷേ കാഴ്ച തിരികെ കൊടുക്കാൻ അവർക്ക് പിന്നീട് സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഹേറയുടെ കൂടെ ഉണ്ടായിരുന്നില്ല സെയസ് എന്ത് ചെയ്യും, സിയസ് അവന് ആളുകളുടെ ജീവിതം മുൻകൂട്ടി പ്രവചിക്കാനുള്ളൊരു കഴിവ് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മുടെ ടെറസിയാസ് ബ്ലൈൻഡായി മാറുന്നതും അദ്ദേഹത്തിന് ആളുകളുടെ ജീവിതം മുൻകൂട്ടി കാണാനുള്ള കഴിവ് ലഭിക്കുന്നതും. പിന്നീട് വീണ്ടും പോയിറ്റ് ഈ സീൻ മാറ്റി വേറൊരു വ്യൂവിലേക്ക്, പെർസെപ്ഷനിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. പിന്നീട് പോയിറ്റ് പറയുന്നത് ദ പ്ലെസൻറ്റ് സീൻസ് ഓഫ് ലണ്ടനിലാണ്. ലണ്ടനിലെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ചേർച്ചിൽ ഫിഷർമാന് നല്ല മാൻഡലിൻ മ്യൂസിക് പ്ലേ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ആ സോങ്ങിൽ പറയുന്നത് മലിനമായ റിവറിനെ കുറിച്ചാണ്. അതുപോലെ ഓയിലും ടാറും എല്ലാം മിക്സായ നദിയെക്കുറിച്ച്, മലിനമായ നദിയെക്കുറിച്ചാണ് ആ പാട്ട് എന്ന് പോയിട്ട് പറയുന്നുണ്ട്. ഈ ഒരു പാട്ടുമായിട്ടാണ് ഈ സെക്ഷൻ അവസാനിക്കുന്നത്. ആ പാട്ട് കുറേ ഉണ്ട്. ഏകദേശം ദ റിവർ സ്വെറ്റ്സ് ഓയിൽ ആൻഡ് ടാർ, ദ ബാഗേഴ്സ് ഡ്രിഫ്റ്റ് മുതൽ ലാസ്റ്റ് ബേണിങ് വരെ ആ കവിതയാണ്, ആ പാട്ടാണ് കാണിക്കുന്നത്. അവിടെ മൂന്നാമത്തെ സെക്ഷൻ എൻഡ് ചെയ്യുന്നു. പിന്നെ നാലാമത്തെ സെക്ഷൻ ഡെത്ത് ബൈ വാട്ടർ. ഇത് വേസ്റ്റ്ലാൻഡ് എന്ന പോയത്തിലെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള പാർട്ടാണ്, കുറച്ചേ ഉള്ളൂ. വെറും 10 ലൈൻസ് ഉള്ള ഒരു പാട്ടാണ് ഡെഡ് ബൈ വാട്ടർ. ഇവിടെ പറയുന്നത് 2 ക്യാരക്ടേഴ്സിനെ പറ്റിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ഫ്ലെബാസ് ദ ഫോയിനീഷ്യൻ. അതായത് ഫ്ലെബാസ് എന്ന് പറയുന്നത് ഒരു സെയിലറായിരുന്നു. മാഡം സൊസോസ്ട്രിസിൻ്റെ കാർഡിൽ മെൻഷൻ ചെയ്തിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഫ്ലെബാസ്. അദ്ദേഹം ഒരു സെയിലറായിരുന്നു. അദ്ദേഹം മരിച്ചിട്ടുണ്ട്. അതെന്തോ ഒരു സെയിലിങ്ങിൻ്റെ ഇടയിൽ ഡ്രൗണായി മരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഫ്ലെബാസ് എന്ന് പറയുന്നത്. മാഡം സൊസോസ്ട്രിസ് അദ്ദേഹത്തിൻ്റെ മരണം പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫ്ലെബാസ് എന്ന ക്യാരക്ടർ സിംബലൈസ് ചെയ്യുന്നത് മനുഷ്യൻ്റെ മരണത്തെയും ജീവിതത്തെയാണ്. ഇവിടെ പറയുന്നുണ്ട് ഹു വാസ് വൺസ് ഹാൻസം ആൻഡ് ടാലസ്യൂ. അദ്ദേഹം വളരെ ഹാൻസം ആയിരുന്നു, പക്ഷേ അത് വെറും താൽക്കാലികമായിരുന്നു. കാരണം മരണത്തിൻ്റെ മുന്നിൽ എന്താണ്, ഇതൊന്നും ഒന്നുമല്ല എന്ന് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മരണത്തിലേക്ക് നയിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ലൈഫ് ഉണ്ടായാൽ ഒരു ഡെത്ത് ഉറപ്പാണ് എന്ന് ഒരു നേച്ചർ പ്രോസസ്സിനെയാണ് പോയിറ്റ് ഇവിടെ പറയുന്നത്. ഇനി 5ാമത്തെ പാട്ടാണ് വാട്ട് ദ തണ്ടർ സെഡ്. അപ്പോൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ്, ഗ്രീക്ക് മിത്തോളജി, ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും പോയിറ്റ് വേസ്റ്റ്ലാൻഡ് എന്നൊരു കൺസെപ്റ്റിലേക്ക് വരികയാണ്. പോയിറ്റ് പഴയതുപോലെ തന്നെ അവിടെ ആ വേസ്റ്റ്ലാൻഡിൽ ഉണ്ടായിട്ടുള്ള ഡെത്ത്, ഡിക്ലൈൻ, കലാമിറ്റി, പിന്നെ ലാമെൻറ്റേഷൻസ്, അങ്ങനെ വാട്ടർ ഇല്ലാത്ത, വെള്ളമില്ലാത്ത അവസ്ഥ, റോക്ക് ആയിട്ടുള്ള ലാൻഡ്, അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ലൈൻസിൽ പോയിട്ട് മെറ്റേണൽ ലാമെൻറ്റേഷൻ മാതൃവിലാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഓർക്കുകയാണ് ലണ്ടൻ സിറ്റിയിലെ ഫാളിങ് ടവേഴ്സിനെ പറ്റി. അതായത് കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞു വീഴുന്ന ആ ഒരു ഇമേജിനെ പറ്റി പറയുന്നുണ്ട്. പിന്നീട് ആ ഇമേജിൽ നിന്ന് വേറൊരു ഇമേജിലേക്ക് നമ്മുടെ പേഴ്സ്പെക്റ്റീവിനെ ഷിഫ്റ്റ് ചെയ്യുകയാണ് പോയിട്ട്. അവിടെ ഒരു സ്ത്രീ, ഒരുപാട് മുടിയുള്ള ലോങ് ഹെയറുള്ള ഒരു സ്ത്രീയെ പറ്റി പറയുന്നു. പിന്നെ ബാറ്റ്സ് വിത്ത് ബേബി ഫേസസ് എന്ന് പറയുന്നുണ്ട്. അതായത് ബാറ്റ്സ് എന്ന് പറയുന്നത് വവ്വാലാണ്. അപ്പോൾ ബേബി ഫേസുള്ള ബാറ്റ്സിനെ കണ്ട കാര്യങ്ങൾ പറയുന്നു. പിന്നീട് പോയിട്ട് പറയുന്നത് ഗംഗാ നദിയെ കുറിച്ചാണ്. പിന്നെ സൗണ്ട് ഓഫ് തണ്ടർ, ഇടിമുഴക്കത്തെ പറ്റിയും ഗംഗാ നദിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അവിടെ ഇൻ എ ചാൻറ്റിങ് ടോൺ ദ സ്പീക്കർ റിപ്പീറ്റ്സ് സീരീസ് ഓഫ് ഓൾമോസ്റ്റ് ഫേബിൾ ലൈക്ക് വേഴ്സസ് അബൌട്ട് ദി തണ്ടർ. അപ്പോൾ ഇവിടെ പോയിട്ട് തണ്ടറിനെ കുറിച്ച് പറയുന്നത് ഒരു ചാൻറ്റിങ് ടോണിലാണ്. പിന്നെ ഈ 5ാമത്തെ പാട്ടിലെ ലാസ്റ്റ് സ്റ്റാൻസ,
ഈ ലാസ്റ്റ് സ്റ്റാൻസയിൽ ഇംഗ്ലീഷ്, ഇറ്റാലിയൻ, ഫ്രഞ്ച്, പിന്നെ സാൻസ്ക്രിറ്റ്, ഈ ലാംഗ്വേജിലൊക്കെ ഉള്ള ചാൻറ്റിങ്ങും കാര്യങ്ങളും പറയുന്നുണ്ട്, സോങ്സൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല ഈ ലാസ്റ്റ് ആൻസറിൽ എലിയറ്റിൻ്റെ റിലീജിയസ് ഫിലോസഫിക്കലായിട്ടുള്ള സോഴ്സുകളെ പറ്റി പറയുന്നുണ്ട്. അതായത് ഇന്ത്യൻ ഉപനിഷത്തിൽ പറയുന്ന ദത്ത, ദയാദ്വം, ദമത്യ എന്ന ഒരു മന്ത്രം പറയുന്നുണ്ട്. അതായത് ദത്ത എന്ന് വെച്ചാൽ ഗിവ്, ദ്യാദ്വം എന്ന് വെച്ചാൽ സിമ്പതൈസ്, ദമ്യത എന്ന് പറഞ്ഞാൽ കൺട്രോൾ. അപ്പോൾ ഗിവ്, സിമ്പതൈസ്, കൺട്രോൾ എന്നൊരു സ്പിരിച്വൽ ചാൻറ്റിങ്ങിനെ പറ്റിയാണ് അവിടെ പോയിട്ട് പറയുന്നത്. പിന്നെ ഈ പാട്ട് അവസാനിക്കുന്നത് ശാന്തി 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 എന്നൊരു മന്ത്രമായിട്ടാണ്. ശാന്തി എന്ന് വെച്ചാൽ പീസ്ഫുൾ. ഇങ്ങനെ ഒരു ചാൻറ്റിങ് അവിടെ വരാൻ കാരണം ടി.എസ്. എലിയറ്റ് ഒരു ന്യൂറാസ്തനിക് പേഷ്യൻ്റ് ആയിരുന്നു. അതായത് നാഡീസംബന്ധമായ എന്തോ ഒരു അസുഖം വന്നിട്ട് പേഷ്യൻ്റായിട്ട് ടി.എസ്. എലിയറ്റ് ഒരുപാട് കാലം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഈ ടൈമിൽ അദ്ദേഹം ക്ഷമിക്കാനും കൺട്രോൾ ചെയ്യാനും സെൽഫ് കൺട്രോൾ ചെയ്യാനും ഒക്കെ പഠിച്ചു. ഒരു മെഡിറ്റേഷൻ എന്ന രീതിയിലാണ് പോയിറ്റ് ഇവിടെ ഈ ലൈൻസ് പറയുന്നുള്ളത്. മറ്റുള്ളവർക്ക് ദാനം നൽകുകയും മറ്റുള്ളവരോട് അനുകമ്പ തോന്നുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ സ്വന്തം ജീവിതത്തെ കൺട്രോൾ ചെയ്യാനും സ്വന്തം ജീവിതത്തെ നിലനിർത്തി കൊണ്ടുപോകാനും കഴിയൂ എന്നാണ് ഇവിടെ ടി.എസ്. എലിയറ്റ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വേസ്റ്റ് ലാൻഡിൻ്റെ സമ്മറി പോകുന്നത്. ലൈൻസ് വായിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ അനാലിസിസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. കാര്യമായിട്ട് വരുന്നത് വേൾഡ് വാർ, ആഫ്റ്റർ വേൾഡ് വാറിന് ശേഷം അല്ലെങ്കിൽ മോഡേണിസത്തിന് ശേഷം നമ്മുടെ ട്രഡീഷണൽ ലൈഫിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും അതുകൊണ്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെയാണ്. എല്ലാ ആളുകളും ഭയങ്കര തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് പോയപ്പോൾ നമ്മുടെ ട്രഡീഷനെ മറന്നു, ലോകത്തെ മറന്നു, ലോകം മലിനമായി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ പറ്റി തന്നെയാണ് പറയുന്നത്. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ പല മിത്തിക്കൽ സ്റ്റോറിയിൽ നിന്നും അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീക്ക് മിത്തോളജി, ലാറ്റിൻ, ഇന്ത്യൻ മിത്തോളജി, അങ്ങനെ ഒരുപാട് അഡാപ്റ്റേഷൻസ് ഉണ്ട്. കുറേ ലാംഗ്വേജുകൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്കിത് വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കുന്നുണ്ട്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം. താങ്ക് യു. ബൈ.